കഴിഞ്ഞ സെക്ഷനിൽ നമ്മൾ ക്രിട്ടിക്കൽ പോയിന്റ് എന്താണെന്നൊക്കെ ഡിഫൈൻ ചെയ്ത് പറഞ്ഞു വെച്ചു. ഇനി ഈ സെക്ഷനിൽ നമ്മൾ ടൈപ്സ് ഓഫ് ക്രിട്ടിക്കൽ പോയിന്റ്സ് ആണ് പറയുന്നത്. അതുപോലെ അതിൻ്റെ സ്റ്റെബിലിറ്റിയെ കുറിച്ചും നമ്മൾ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്രിട്ടിക്കൽ പോയിന്റ്സും പറയും, അതിൻ്റെ സ്റ്റെബിലിറ്റിയെ കുറിച്ചും നമ്മൾ പറയാൻ പോവാണ്. Consider an autonomous system dx by dt equal to f of xy, dy by dt equal to g of xy. ഇതാണ് നമ്മൾ നോർമലി കൺസിഡർ ചെയ്യുന്ന ഓട്ടോണമസ് സിസ്റ്റം. എഫും ജിയും കണ്ടിന്യൂസ് ആണ് ആൻഡ് ഹാവ് കണ്ടിന്യൂസ് ഫസ്റ്റ് പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എന്നാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത് ത്രൂ ഔട്ട് എക്സ് വൈ പ്ലെയിൻ. ക്രിട്ടിക്കൽ പോയിന്റ് എന്താണെന്നുള്ളത് നമ്മൾ കഴിഞ്ഞ സെക്ഷനിൽ പഠിച്ചിരുന്നു. എന്താണ് എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു സീറോയും ജി ഓഫ് എക്സ് വൈ ഈക്വൽ ടു സീറോ സൈമൾട്ടേനിയസ്ലി, അതായത് ഒരുമിച്ച് സീറോ ആക്കുന്ന എക്സിൻ്റെയും വൈയുടെയും വാല്യൂവിനെയാണ് നമ്മൾ ക്രിട്ടിക്കൽ പോയിന്റ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ രണ്ട് ഡെഫിനിഷൻ, ഒരു കർവ് സി അപ്രോച്ചസ് എക്സ് നോട്ട് വൈ നോട്ട്, അതുപോലെ കർവ് സി എൻറ്റേഴ്സ് എക്സ് നോട്ട് വൈ നോട്ട്, ഈ രണ്ട് ഡെഫിനിഷൻ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ലെറ്റ് എക്സ് നോട്ട് വൈ നോട്ട് ബി, ഇത് ക്രിട്ടിക്കൽ പോയിന്റ്സിന് നമ്മൾ സെക്ഷനിൽ ത്രൂ ഔട്ട് ഐസൊലേറ്റഡ് ക്രിട്ടിക്കൽ പോയിന്റ്സിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. എക്സ് നോട്ട് വൈ നോട്ട് എന്ന് പറയുന്ന ഒരു ഐസൊലേറ്റഡ് ക്രിട്ടിക്കൽ പോയിന്റ് ഓഫ് ദിസ് സിസ്റ്റം ആണ്. സി എന്ന് പറയുന്നത് എക്സ് ടി വൈ ടി, ഇവിടെ പാത്ത് എന്ന് പറയുന്നത് എപ്പോഴും ഓർത്തോളുക, ഈ ഓട്ടോണോമസ് സിസ്റ്റത്തിന്റെ സൊല്യൂഷനെയാണ് നമ്മൾ ഈ പാത്ത് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ പാത്ത് എന്ന് എവിടെ കണ്ടാലും നിങ്ങൾ മനസ്സിൽ സൊല്യൂഷൻ ഓഫ് ദാറ്റ് സിസ്റ്റം എന്നുള്ളത് ഓർത്തോളുക. If C equal to xt comma yt is a path of 1, then we say that that solution curve approaches x naught y naught. ഈ solution curve critical point നെ approach ചെയ്യുന്നു as t tends to infinity എന്ന് പറയണമെങ്കിൽ ഇതാണ് definition. C approaches x naught y naught as t tends to infinity എന്ന് പറയണമെങ്കിൽ limit t tends to infinity x of t എന്താണ്, ഈ x of t എന്ന് പറയുന്നത് equal to x naught ഉം ഈ y of t എങ്ങോട്ടും ടെൻഡ് ചെയ്യണം, y നോട്ടിലേക്കും ടെൻഡ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ പറയും നമ്മളുടെ സൊല്യൂഷൻ കർവ് സി അപ്രോച്ചസ് എക്സ് നോട്ട് വൈ നോട്ട് ആസ് ടി ടെൻസ് ടു ഇൻഫിനിറ്റി. ഇത് ടി ടെൻസ് ടു മൈനസ് ഇൻഫിനിറ്റിക്കും ഇതേപോലെ തന്നെ അപ്രോച്ചസ് എന്നുള്ള ഡെഫിനിഷൻ നമുക്ക് പറയാം കേട്ടോ. അത് ടി ടെൻസ് ടു ഇൻഫിനിറ്റി ആവണോ നിർബന്ധമില്ല, ടി ടെൻസ് ടു മൈനസ് ഇൻഫിനിറ്റിക്കും ഇതേ ഡെഫിനിഷൻ ഹോൾഡ് ചെയ്യും. Geometrically, this means that if p equal to xy is a point that traces out C in accordance with the equations x equal to xt and y equal to yt, then p tends to x naught y naught as t tends to infinity. അതായത് ഇത്രയേ ഉള്ളൂ. സൊല്യൂഷൻ കർവ് എന്ന് പറയുന്നത് എന്താണ്, എക്സ് ടി കോമ വൈ ടി നമ്മൾ ഒരുമിച്ച് പ്ലോട്ട് ചെയ്തുണ്ടാക്കുന്നതാണ് അല്ലേ. ഒരു പർട്ടിക്കുലർ ടി വാല്യൂവിന് ഒരു ടി വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എക്സ് ടി കിട്ടും, അതുപോലെ തന്നെ വൈ ടിയും കിട്ടും. ഈ എക്സ് ടി വൈ ടി നമ്മൾ പ്ലെയിനിൽ പ്ലോട്ട് ചെയ്ത് ഉണ്ടാക്കുന്ന കർവാണ് നമ്മളുടെ സി, സൊല്യൂഷൻ കർവ് സി എന്ന് പറയുന്നത്. ഇതാണ്, ഇവിടെയാണ് എക്സ് ആക്സിസ്, ഇതാണ് വൈ ആക്സിസിൽ ഒരു പെർട്ടിക്കുലർ ടി എന്ന് പറയുന്നത് മേ ബി ഒരു ക്ലോസ്ഡ് എ ബിന്നോ അല്ലെ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ഇടയിൽ എടുക്കുന്ന ടി വാല്യൂസ്, ഓരോ ടി വാല്യൂവിനും കറസ്പോണ്ടിങ് ആയിട്ട് മൈനസ് ഇൻഫിനിറ്റി ഇൻഫിനിറ്റിയുടെ ഇടയിലുള്ള ഒരു വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ടി കൊടുക്കുമ്പോൾ എക്സും വൈയും പ്ലോട്ട് ചെയ്യാം. അങ്ങനെ പ്ലോട്ട് ചെയ്ത് കിട്ടുന്ന കർവാണ് സൊല്യൂഷൻ കർവ് എന്ന് പറയുന്നത്, അല്ലെ പാത്ത് എന്ന് പറയും. അപ്പോൾ ഈ നേരത്തെ പറഞ്ഞ ഡെഫിനിഷന്റെ അർത്ഥം ലിമിറ്റ് ടി ടെൻസ് ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് ടി ഈക്വൽ ടു എക്സ് നോട്ടും, അതുപോലെ ലിമിറ്റ് t tends to infinity y of t equal to y naught എന്ന് പറയുന്നത്. ദിസ് മീൻസ് ദാറ്റ് ദിസ് p, ഈ കർവിലെ ഒരു ജനറൽ പോയിന്റ് p, ഒരു p എന്ന് പറയുന്ന പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ ആ p ടെൻസ് ടു എക്സ് നോട്ട് വൈ നോട്ട്. ഈ p എന്ന് പറയുന്നത് എക്സ് നോട്ട് വൈ നോട്ട് എന്ന് പറയുന്നത് നമ്മുടെ ക്രിട്ടിക്കൽ പോയിന്റ് ആണ്, അത് എവിടെയോ ഉണ്ട്. ആ ക്രിട്ടിക്കൽ പോയിന്റിലേക്ക് ഈ p എന്ന് പറയുന്ന പോയിന്റ് ടെൻഡ് ചെയ്യും ആസ് t tends to infinity എന്നുള്ളതാണ് മീൻ ചെയ്യുന്നത്. ഇനി ഇഫ് ലിമിറ്റ്, അടുത്ത ഡെഫിനിഷൻ സി എൻറ്റേഴ്സ് ദ ക്രിട്ടിക്കൽ പോയിന്റ് എന്നുള്ള കൺസെപ്റ്റ്. അപ്പൊ സി അപ്രോച്ചസ് എക്സ് നോട്ട് വൈ നോട്ട് എന്നുള്ള കൺസെപ്റ്റ് പറഞ്ഞു. ഇനി സി എൻറ്റേഴ്സ് ദ ക്രിട്ടിക്കൽ പോയിന്റ് എന്ന് എപ്പോഴാണ് പറയാം. If limit t tends to infinity yt minus y naught by xt minus x naught exist, ഒന്നല്ലേ ഈ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണം, or if the quotient becomes either positively or negatively infinite as t tends to infinity. അതായത് പോസിറ്റീവ്ലി, അതായത് മൈനസ് ഇൻഫിനിറ്റിയോ നെഗറ്റീവ് ഇൻഫിനിറ്റിയോ ഈ ലിമിറ്റ് വരികയാണെങ്കിലും വി സേ ദാറ്റ് സി എൻറ്റേഴ്സ് ദ ക്രിട്ടിക്കൽ പോയിന്റ് എക്സ് നോട്ട് വൈ നോട്ട് ആസ് ടി ടെൻസ് ടു ഇൻഫിനിറ്റി. അപ്പോൾ ഈ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുമോ, ഇതിന്റെ ലിമിറ്റ് പ്ലസ് ഇൻഫിനിറ്റിയോ മൈനസ് ഇൻഫിനിറ്റിയോ ആയാലും നമ്മൾ പറയും സി എൻറ്റേഴ്സ് ദ ക്രിട്ടിക്കൽ പോയിന്റ് എന്നുള്ളത് പറയും. The quotient is the slope of the line joining. ഈ
quotient yt minus y0 by xt minus x0 എന്ന് പറയുന്നത് ശരിക്കും എന്തിന്റെയാണ്? ഇത് സ്ലോപ്പിന്റെ ഇക്വേഷൻ ആയിട്ട് സിമിലർ ആണ് അല്ലേ? ദാറ്റ് ഈസ് ആക്ച്വലി ദ സ്ലോപ്പ് ഓഫ് ദ ലൈൻ ജോയിനിങ് x0 y0 ആൻഡ് xy. അപ്പൊ ഈ ക്രിട്ടിക്കൽ പോയിന്റ് എവിടെയോ ഉണ്ട്. അപ്പൊ ഇതാണ് നമ്മളുടെ പ്ലെയിന്, നമ്മളുടെ സൊല്യൂഷൻ കർവ് സപ്പോസ് ഇതാണെന്ന് വിചാരിക്കാം. അപ്പൊ ഈ x0 y0 എന്ന് പറയുന്ന ക്രിട്ടിക്കൽ പോയിന്റിനെയും നമ്മളുടെ xyയെയും ജോയിൻ ചെയ്യുന്ന ലൈൻ, ആ ലൈനിന്റെ സ്ലോപ്പാണ് ശരിക്കും എന്ത് ഈ പറയുന്ന ഈ വാല്യൂ, ഈ കോഷ്യന്റ് എന്ന് പറയുന്നത്, ഈ yt മൈനസ് y0 ബൈ xt മൈനസ് x0 എന്ന് പറയുന്നത്. അപ്പൊ ആ കോഷ്യന്റ് ദാറ്റ് ഈസ് ദ സ്ലോപ്പ് ഓഫ് ദ ലൈൻ ജോയിനിങ് x0 y0 ആൻഡ് ദ പോയിന്റ് p ഈക്വൽ ടു xy. അപ്പോൾ C enters the critical point x0 y0 എന്ന് പറയുന്ന ഈ ലിമിറ്റ് ഒന്നല്ലെങ്കിൽ എക്സിസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ ആ കോഷ്യന്റ് ഒന്നല്ലെങ്കിൽ പോസിറ്റീവ്ലി അല്ലെങ്കിൽ നെഗറ്റീവ്ലി ഇൻഫൈനൈറ്റ് ആയിരിക്കണം. If in the above definition we may also consider t tends to minus infinity. T tends to minus infinity നമുക്ക് പറയാം. To find paths, it is necessary to eliminate t between the equations of the system which yields. അപ്പോൾ നമുക്ക് ഈ പാത്ത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് സൊല്യൂഷൻ, പാത്ത് എന്ന് പറയുന്ന സൊല്യൂഷൻ ആണ് കേട്ടോ. ആ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ ഒരു മെത്തേഡ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് നമുക്ക് എന്ത് ചെയ്യാം, ആ dy ബൈ ടി എന്ന് പറയുന്ന ഭാഗം എലിമിനേറ്റ് ചെയ്ത് കളയാം. അതായത് dx ബൈ dt ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ എന്നാണ് തന്നിരിക്കുന്നത്. dy ബൈ dt എന്ന് പറയുന്നത് ഈക്വൽ ടു g ഓഫ് എക്സ് വൈ ആണ്. അപ്പൊ ഇതിൽ നിന്ന് dy ബൈ dt ഡിവൈഡഡ് ബൈ dx ബൈ dt എന്ന് പറയുന്നത് dy by dx ആണ്. dy by dx എന്തോരും g of xy by f of xy. അപ്പൊ ആ മെത്തേഡ് ഉപയോഗിച്ച് നമുക്ക് വേഗം തന്നെ സൊല്യൂഷൻ കണ്ടുപിടിക്കാം. This equation gives the slope of the tangent to the path. അപ്പോൾ ഓക്കെ, dy by dx എന്ന് പറയുന്നത് എന്താണ്? ശരിക്കും ഈ കർവ് എക്സും വൈയും പ്ലോട്ട് ചെയ്ത് ഉണ്ടാക്കിയിരിക്കുന്നതാണ്. ഈ കർവ് സിയുടെ സ്ലോപ്പ് തന്നെയാണ് നമ്മളുടെ ഈ dy by dx എന്ന് പറയുന്നത്. Provided f and g are not both 0 at this point. അപ്പോൾ ഇത് രണ്ടും ഒരുമിച്ച് 0 ആയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. ഇത് രണ്ടും 0 അല്ലെങ്കിൽ f and g are not both 0 at this point എന്ന് പറയുമ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ സ്ലോപ്പ് ക്ലിയർ ആയിട്ട് പറയാൻ പറ്റും. അപ്പോൾ ഇതാണ് രണ്ട് ഡെഫിനിഷൻ. ഒന്ന് C enters the critical point, മറ്റേത് C approaches the critical point എന്നുള്ള. The paths of one therefore coincide with the one parameter family of integral curves. അപ്പോൾ dy by dx equal to g of xy by f of xy. അത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ഫാമിലി ഓഫ് കർവ്സ് കിട്ടും. സൊല്യൂഷൻ കണ്ടുപിടിക്കുമ്പോൾ ആ ഫാമിലി ഓഫ് ഇന്റഗ്രൽ കർവ്സ് ആയിരിക്കും നമ്മളുടെ path അല്ലെ സൊല്യൂഷൻ കർവ് എന്ന് പറയുന്നത്. The paths of one are directed curves. Directed curves എന്ന് പറഞ്ഞാൽ ഇൻക്രീസിങ് വാല്യൂ ഓഫ് ടിയിൽ കർവ് എങ്ങനെയാണ് പോകുന്നത് അനുസരിച്ചാണ് നമ്മൾ അതിന്റെ ഡയറക്ഷൻ. അപ്പോൾ ഇൻക്രീസിങ് വാല്യൂ ഓഫ് ടി അനുസരിച്ച് ഇപ്പോൾ സപ്പോസ് കർവ് ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ, അതായത് ടിയുടെ ചെറിയ വാല്യൂസിന് ഇവിടെ അത് കൂടി വരുമ്പം കർവ് ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ ഇതാണ് അതിന്റെ ഡയറക്ഷൻ. ഇൻ കേസ് കർവ് ഇങ്ങനെയാണ് പോകുന്നത്, ടിയുടെ ചെറിയ വാല്യൂവിന് ഇവിടെയാണ് പോയിന്റ് എക്സ് ടി വൈ ടി ഇങ്ങനെ മാർക്ക് ചെയ്ത് പോകുമ്പോൾ ഇതാണ് ഡയറക്ഷൻ എങ്കിൽ ഇതാണ് കർവിന്റെ ഡയറക്ഷൻ ആയിട്ട് നമ്മൾ മാർക്ക് ചെയ്യുന്നു. ഇനി നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്രിട്ടിക്കൽ പോയിന്റ്സിലേക്ക് വരികയാണ്. 4 ഡിഫറെൻറ്റ് ക്രിട്ടിക്കൽ പോയിന്റ്സിനെ കുറിച്ചാണ് നമ്മളിവിടെ പറയുന്നത്. 1 നോഡ്, 2 സാഡിൽ പോയിന്റ്, 3 സെന്റർ, 4 സ്പൈറൽസ്. ഇനി ഈ നോഡ്, സാഡിൽ പോയിന്റ്, സെന്റർ, സ്പൈറൽ ഒക്കെ എന്താണെന്നുള്ളത് നോക്കാം. ഇത് ജസ്റ്റ് ഒരു തിയറിറ്റിക്കൽ ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ചെയ്യാൻ വരിക ഒരു സിസ്റ്റം തന്നിട്ട് അതിന്റെ ക്രിട്ടിക്കൽ പോയിന്റ് ഏത് ടൈപ്പാന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാനുള്ള പ്രോബ്ലം ആയിരിക്കും. അപ്പം ഇവിടെ നോഡ്സ്, അപ്പോൾ 4 ടൈപ്സ് ഓഫ് ക്രിട്ടിക്കൽ പോയിന്റ്സ് ഉണ്ട്. നോഡ്, സാഡിൽ പോയിന്റ്, സെന്റേഴ്സ്, സ്പൈറൽസ്. ഇനി ഓരോന്നിനെയും കുറിച്ചുള്ള എക്സ്പ്ലനേഷൻ നമുക്ക് നോക്കാം. അപ്പോൾ നോഡ് എന്താന്നുള്ളതാണ് ഫസ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത്. നോഡ് എന്ന് പറയുന്നത് ഇവിടെ എല്ലാ കേസിലും നമ്മൾ ക്രിട്ടിക്കൽ പോയിന്റ് അണ്ടർ ഡിസ്കഷൻ ഒറിജിൻ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. നമുക്ക് ഒന്നും കൂടെ എളുപ്പത്തിൽ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒറിജിൻ മാത്രമല്ല ഒരു ഫംഗ്ഷന് ഒരു സിസ്റ്റത്തിന് ക്രിട്ടിക്കൽ പോയിന്റ് ആയിട്ട് വരിക. എന്നാലും നമ്മളുടെ ഒരു എളുപ്പത്തിന് ഈ വേരിയസ് ടൈപ്സ് ഓഫ് ക്രിട്ടിക്കൽ പോയിന്റ്സ് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഒറിജിൻ ആണ് ക്രിട്ടിക്കൽ പോയിന്റ് എന്നുള്ള അസംഷനിൽ പറഞ്ഞു പോവാണ്, ഒരു യൂണിഫോമിറ്റി വരാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇവിടെ എല്ലാം അണ്ടർ അസംഷൻ നമ്മുടെ ക്രിട്ടിക്കൽ പോയിന്റ് നമ്മുടെ ഒറിജിൻ ആണ്. അപ്പൊ ഇതാണ് നമ്മളുടെ ക്രിട്ടിക്കൽ പോയിന്റ്. ഈ ക്രിട്ടിക്കൽ പോയിന്റ് ഈ ഫിഗറിൽ കാണുന്ന ക്രിട്ടിക്കൽ പോയിന്റ് നോഡ് ആണെന്നാണ് പറയുന്നത്. അപ്പൊ ഇതിൽ എന്താണ് സംഭവിക്കുന്നത് ജസ്റ്റ് നമുക്ക് നോക്കാം. ഈ കർവ്സ്, ഇതാണ് സൊല്യൂഷൻ. ഏതോ ഒരു പെർട്ടിക്കുലർ ടി കൊടുത്തു കഴിഞ്ഞപ്പോൾ ടി വാല്യൂസിനെ നമ്മൾ പ്ലോട്ട് ചെയ്ത് പോയി, എക്സ് ടി വൈ ടി, നമ്മുടെ കോൺസ്റ്റൻസ് C1 C2 ഒക്കെ മാറിയിട്ട് കഴിയുമ്പോൾ നമുക്ക് എന്താണ് പല സൊല്യൂഷൻ കർവ്സ് ആണ് കിട്ടുന്നത് അല്ലേ. നമ്മുടെ സൊല്യൂഷൻ x ഈക്വൽ ടു സം C1 പ്ലസ് C2, y ഈക്വൽ ടു C1 പ്ലസ് C2, ഈ ഓരോ C1 C2 വാല്യൂസ് മാറി ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക്
കിട്ടുന്ന ഡിഫറെൻറ്റ് വാല്യൂസ് ഓഫ് ടി കൊടുത്തു കഴിയുമ്പോഴത്തേക്കും കിട്ടുന്ന കേർവ്സ് ആണ് ഈ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ കേർവ്സ് എല്ലാം അതിൻ്റെ ഡയറക്ഷൻ കണ്ടോ, ഇത് ഇങ്ങനെ വന്ന് ഇങ്ങോട്ട് വരുന്നു, ഇനി ഇവിടുന്ന് ഇത് ഇങ്ങോട്ട് വരുന്നു. ഈ ഡയറക്ഷൻസ് ആണ് നോക്കി, ഈ കർവ് ഇങ്ങനെ വരുന്നു, ഈ കർവ് ഇങ്ങനെ. ഇത് ഒറ്റ സൊല്യൂഷൻ കർവ് ആവണമെന്നില്ല, ഏതോ ഒരു സൊല്യൂഷൻ കർവ് ആണ് ഈ വരുന്നത്, അടുത്ത സൊല്യൂഷൻ കർവ് ആണ് ഇത് വരുന്നത്. ഇനി ഇവിടുന്ന്, അതായത് ഇതിന്റെ കണ്ടിന്യൂവേഷൻ ആയിട്ടൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യും, അങ്ങനെ ആവണമെന്ന് നിർബന്ധമില്ല. ഇനി ഇവിടെ ഒരു സൊല്യൂഷൻ കർവ് ഇങ്ങനെ, ഒരു സൊല്യൂഷൻ കർവ് ഇങ്ങനെ, ഇതിങ്ങനെ വരുന്നു. അപ്പോൾ എല്ലാവരും എങ്ങോട്ടാണ്, ഒറിജിനിലേക്കാണ് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു അപ്പോൾ ഇതിൻ്റെ എല്ലാം ഡയറക്ഷൻ ടുവേർഡ്സ് ദ ഒറിജിൻ ആണ്. ഇങ്ങനെയുള്ള ഒരു ക്രിട്ടിക്കൽ പോയിന്റിനെയാണ് നമ്മൾ നോഡ് എന്ന് പറയുക. നോഡ് എന്ന് പറയുന്നത് നമ്മുടെ സാധാരണ എന്താണ്, ഒരു ജംഗ്ഷൻ പോലെ എല്ലാം കൂടെ വന്ന് ചേരുന്ന ഒരു സ്ഥലം പോലെയാണ് നോഡ്. അപ്പോൾ ഈ ഒരു ഫിഗർ ഓർത്തിരിക്കുക. ഏത് സൊല്യൂഷൻ കർവ് എടുത്തു കഴിഞ്ഞാലും ടുവേർഡ്സ് ഒറിജിനിലേക്ക് ഡയറക്റ്റ് ചെയ്യുന്ന പോലെയാണ് വരുന്നതെങ്കിൽ ദാറ്റ് ഈസ് എ നോഡ്. സച്ച് എ പോയിന്റ് ഈസ് അപ്രോച്ച്ഡ് ആൻഡ് ഓൾസോ entered by each path as t tends to infinity. അപ്പോൾ ഈ നോഡിന്റെ പ്രത്യേകത എന്താണ്, ആ ക്രിട്ടിക്കൽ പോയിന്റിലേക്ക് സൊല്യൂഷൻ കർവ് അപ്രോച്ചസ് എന്താണ് x0 y0 as t tends to infinity. അതുപോലെ ഇറ്റ് ഈസ് entered by each path as t tends to infinity. അപ്പോൾ നോഡിന്റെ പ്രത്യേകത എന്തൊക്കെയാണ്, നോഡിന്റെ പ്രത്യേകത ഈ പറഞ്ഞ പോലെ എല്ലാ സൊല്യൂഷൻ കർവ്സും ഡയറക്റ്റഡ് ടുവേർഡ്സ് ദ ഒറിജിൻ ആയിരിക്കും, ഡയറക്റ്റഡ് ടുവേർഡ്സ് ഒറിജിൻ. അപ്പോൾ ജസ്റ്റ് പോയിന്റ് ആയിട്ട് ഓർക്കാനാണ് കേട്ടോ, ഡയറക്റ്റഡ് ടുവേർഡ്സ് ഒറിജിൻ ആണ്. ഇനി സെക്കൻഡ് പോയിന്റ് എന്താണ്, സൊല്യൂഷൻ കർവ് അപ്രോച്ചസിന്റെ ഡെഫിനിഷൻ, അപ്രോച്ചസ് ക്രിട്ടിക്കൽ പോയിന്റ് ആണ്, അപ്രോച്ചസ് ദാറ്റ് നോഡ്. 3 എൻഡേഴ്സ്, ആ 2 ഡെഫിനിഷനും സാറ്റിസ്ഫൈ, എൻഡേഴ്സ് ദ ക്രിട്ടിക്കൽ പോയിന്റ്. ഈ 2 കേസുകളും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്, അപ്രോച്ചസും ആണ് എൻഡേഴ്സും ആണ് ക്രിട്ടിക്കൽ പോയിന്റ് ആസ് ടി ടെൻസ് ടു ഇൻഫിനിറ്റി. അപ്പോൾ ഈ 3 കാര്യം നോഡിനെ കുറിച്ച് ഓർത്തിരിക്കുക. For the node shown in the figure, there are 4 half-line paths AO BO. നമ്മൾ കണ്ടു 4 half-line paths ഉണ്ട് എന്നുള്ളത്. ആ 4 half-line paths ഈ വരച്ചിരിക്കുന്ന ഇങ്ങനെ ഒരു half-line path ഉണ്ടായിരുന്നു, ഇങ്ങനെ, പിന്നെ ഇങ്ങനെ ഉണ്ടായിരുന്നു, പിന്നെ ഇതാണ് half-line paths എന്ന് പറയുന്നത്. ഇത് O, AO, BO, CO and DO which together with the origin make up the lines AB and CD. Maybe ഇതിനെ എ ബിയും സി ഡിന്ന് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ടുഗദർ ആയിട്ട് ഒറ്റ ലൈനായിട്ട് നമുക്ക് വേണേൽ കൺസിഡർ ചെയ്യാം. ഓൾ അതർ പാർട്സ് റിസംബിൾ പാർട്സ് ഓഫ് പരാബോളാസ്. ബാക്കിയെല്ലാം എന്താണ്, ഒരു കർവ് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വരുന്നുണ്ട്, വേറൊരു സൊല്യൂഷൻ കർവ് ഇങ്ങനെ. അപ്പം ഇതെല്ലാം പരാബോളാസിന്റെ എന്താണ് ഡിഫറെന്റ് കഷ്ണങ്ങളായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. and they approach 0 and its slope approaches that of the line AB അല്ലേ. അപ്പോൾ ഓരോ സൊല്യൂഷൻ കർവ് ഇങ്ങനെ, ഈ കർവ്സ് ഇങ്ങനെ അടുത്ത് വരുന്തോറും ഈ കർവുകളെല്ലാം ഈ സ്ട്രെയിറ്റ് ലൈനുകളുടെ അടുത്തേക്ക് വരുന്ന പോലെയാണ്. ഈ സൈഡിലുള്ള കർവ് എടുത്തു കഴിഞ്ഞാൽ ഈ സ്ട്രെയിറ്റ് ലൈനിന്റെ അടുത്തേക്ക് വരുന്ന പോലെയാണ്. അപ്പോൾ എല്ലാം എന്താണ്, ഈ സ്ട്രെയിറ്റ് ലൈനിന്റെ അടുത്തേക്ക് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒറിജിനിലേക്ക് അപ്രോച്ച് ചെയ്യുന്ന ഒരു ഫീലാണ് നമുക്ക് ആ കംപ്ലീറ്റ് ഫിഗേഴ്സിൽ നിന്ന് കിട്ടുക. അപ്പോൾ ഇതാണ് നോഡിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി ഇതൊരു എക്സാമ്പിൾ വെച്ചിട്ട് പറയുകയാണ്. Consider this system dx by dt equal to x, dy by dt equal to minus x plus 2y. ഇതിന്റെ ക്രിട്ടിക്കൽ പോയിന്റ് നമ്മൾ കണ്ടുപിടിച്ചു. അതൊന്നും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, ക്രിട്ടിക്കൽ പോയിന്റ് കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് അറിയാം. 0 0 ആണ്. ഇനി ഇതിന്റെ സൊല്യൂഷൻ നമ്മൾ കഴിഞ്ഞ സെക്ഷനിൽ പഠിച്ച പോലെ ഇതിന്റെ സൊല്യൂഷൻ നമ്മളിവിടെ കണ്ടുപിടിക്കുകയാണ്. നമുക്ക് ഇവിടെ സൊല്യൂഷൻ x equal to c1 e raised to t, y equal to c1 e raised to t plus c2 e raised to 2t എന്ന് കിട്ടും. ഇവിടെ ഇനി നമ്മൾ കർവ്സ് വരയ്ക്കുന്ന ഈ c1 c2ന്റെ വാല്യൂസ് കിട്ടുന്നതനുസരിച്ചാണ് നമുക്ക് ഡിഫറെന്റ് സൊല്യൂഷൻ കർവ്സ്. അപ്പോൾ അതിൽ ആദ്യം c1 0 ആയിട്ട് അസ്യൂം ചെയ്തു. c1 0 ആകുമ്പോൾ x 0, y equal to c2 e raised to 2t. സൊല്യൂഷൻ കർവ് x 0 എന്ന് പറഞ്ഞാൽ നാച്ചുറലി y ആക്സിസ് ആണ് വരിക അല്ലേ. y ആക്സിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി c2 e raised to 2t ആണ് y ആക്സിസിലൂടെ പ്ലോട്ട് ചെയ്യും. അപ്പോൾ e raised to 2t എപ്പോഴും പോസിറ്റീവ് ആയിട്ടുള്ള ഒരു നമ്പർ ആണ്. അപ്പോൾ പോസിറ്റീവ് y ആക്സിസ് ആണോ വരിക? അല്ല, എപ്പോഴും അങ്ങനെ ആയിരിക്കില്ല. കാരണം c2ന്റെ വാല്യൂ പോസിറ്റീവ് ആണെങ്കിൽ നമുക്ക് കിട്ടുന്ന ആക്സിസ് പോസിറ്റീവ് y ആക്സിസ് ആണ്. നെഗറ്റീവ് ആണെങ്കിൽ നമ്മളുടെ സൊല്യൂഷൻ കർവ് നെഗറ്റീവ് y ആക്സിസ് ആയിരിക്കും. അപ്പം c1 പോസിറ്റീവ് ആകുമ്പം നമുക്ക് c2 പോസിറ്റീവ് ആകുമ്പോൾ നമുക്ക് പോസിറ്റീവ് y ആക്സിസും c2 നെഗറ്റീവ് ആകുമ്പം നെഗറ്റീവ് y ആക്സിസും ആണ് സൊല്യൂഷൻ കർവ്. ഇനി ഇവിടെ നമ്മളുടെ പാത്ത് എൻഡേഴ്സ് അപ്രോച്ചസ് എന്നുള്ള കൺസെപ്റ്റ് പറയുന്നുണ്ട്. പക്ഷെ ഇവിടെ ഈ ലിമിറ്റ് yt മൈനസ് y0 ബൈ xt മൈനസ് x0 ആ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നതായിട്ട് എനിക്ക് പ്രൂവ് ചെയ്യാൻ പറ്റിയില്ല. അല്ലെങ്കിൽ ടെൻസ് ടു മൈനസ് ഇൻഫിനിറ്റി
പ്ലസ് ഇൻഫിനിറ്റി എന്നുള്ളത് പറയാൻ പറ്റിയില്ല. കാരണം ഇത് എക്സ് ടി മൈനസ് എക്സ് നോട്ട് ഡിനോമിനേറ്റർ 0 വന്നു. വൈ ടി എന്ന് പറയുന്നത് നമ്മൾ C2 e raised to 2t ആണ്. C2 e raised to 2t എന്ന് പറയുമ്പോൾ t tends to minus infinity. അപ്പോൾ ന്യൂമറേറ്ററും ടെൻസ് ടു 0 ആണ്, ഡിനോമിനേറ്ററും ടെൻസ് ടു 0 ആണ്. അപ്പോൾ ആ 0/0 ഫോം പോലെ വന്നു. അപ്പോൾ ആ ലിമിറ്റ് എങ്ങനെയാണ് either മൈനസ് ഇൻഫിനിറ്റി അല്ലെ പ്ലസ് ഇൻഫിനിറ്റി എന്നുള്ളത് വന്നതെന്നുള്ളത് എനിക്കൊരു ഐഡിയ കിട്ടിയിട്ടില്ല. ടെക്സ്റ്റിൽ നമുക്ക് പാത്ത് എൻഡേഴ്സ് 0 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ either the limit exists എന്ന് കിട്ടണം, അല്ലെങ്കിൽ മൈനസ് ഇൻഫിനിറ്റി അല്ലെ പ്ലസ് ഇൻഫിനിറ്റി. അതൊന്നും ആരെങ്കിലും ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. എനിക്ക് അത്ര അങ്ങനെ ചിന്തിക്കാൻ അതിൻ്റെ മുകളിൽ സമയം കിട്ടിയില്ല. അപ്പോൾ ജസ്റ്റ് ഈ ലിമിറ്റ് ഒന്നല്ലേ പ്ലസ് ഇൻഫിനിറ്റി അല്ലെ മൈനസ് ഇൻഫിനിറ്റി അല്ലെ എക്സിസ്റ്റ്. എനിക്കിപ്പോൾ ഒരു 0/0 ഫോം പോലെയാണ് കിട്ടിയത്. അതാണ് ഞാൻ അത് സ്ട്രൈക്ക് ചെയ്ത് കളഞ്ഞത് കേട്ടോ. അപ്പൊ എന്തായാലും ടെക്സ്റ്റിലെ പാത്ത് എൻഡേഴ്സ് 0 എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇനി ഇത് പാത്ത് അപ്രോച്ചസ് ഒറിജിൻ, അത് ലിമിറ്റ് t tends to മൈനസ് ഇൻഫിനിറ്റി x t 0 കിട്ടി, t tends to മൈനസ് ഇൻഫിനിറ്റി അതും 0 കിട്ടി. ഇത് രണ്ടും ഈക്വൽ ടു x0 y0 ആണ്. അതുകൊണ്ട് പാത്ത് അപ്രോച്ചസ് ഒറിജിൻ എന്ന് പറയാം. അപ്പൊ അതാണ് നമ്മളുടെ ഒരു സൊല്യൂഷൻ കർവ്. ഇനി C2 ഈക്വൽ ടു 0 ആകുമ്പോൾ എന്താണ് C2 ഈക്വൽ ടു 0 എന്ന് പറയുന്നത് x ഈക്വൽ ടു C1 e raised to t, y ഈക്വൽ ടു C1 e raised to, അത് y ഈക്വൽ ടു x എന്നുള്ള ലൈനാണ്. y ഈക്വൽ ടു x എന്ന് പറയുന്നത് ഇതാണ്. ഇത് C1 പോസിറ്റീവ് ആകുമ്പം ഈ ലൈനും, C1 പോസിറ്റീവ് ആകുമ്പോൾ ഈ ലൈനും, C1 നെഗറ്റീവ് ആകുമ്പോൾ ഈ ലൈനുമാണ്. ഇതും എന്താണ് പാത്ത് എൻഡേഴ്സ് ആൻഡ് അപ്രോച്ചസ് ക്രിട്ടിക്കൽ പോയിന്റ്. ഇവിടെ നമുക്ക് ലിമിറ്റ് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ 1 എന്ന് കിട്ടുന്നുണ്ട്. അതുപോലെ പാത്ത് അപ്രോച്ചസ് ആണെന്നുള്ളതും കിട്ടുന്നുണ്ട്. ആ കേസിൽ നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പൊ C1 C2 രണ്ടും നോൺ സീറോ ആകുമ്പോഴാണ് എന്താ സംഭവിക്കുക എന്നുള്ളത് നോക്കാം. അപ്പൊ C1 C2 രണ്ടും നോൺ സീറോ ആകുമ്പോൾ നമ്മൾ ഈ എക്സ് വൈ ഇവരെ ഒരുമിച്ച് ഒറ്റ ഇക്വേഷൻ ആക്കാൻ നോക്കണം. എന്നാലേ നമുക്ക് കർവ് പ്ലോട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇവിടുന്ന് e raised to t എന്ന് പറയുന്നത് x/C1 ആണ്. അപ്പൊ y ഈക്വൽ ടു x plus C2/C1 x², ആണ്. ദിസ് ഇസ് ദ ഇക്വേഷൻ ഓഫ് എ പരാബോളയാണ്. y ഈക്വൽ ടു x plus C2/C1² x² എന്ന് പറയുന്നത്. ദ പാർട്സ് ആർ പരാബോളസ് വിച്ച് ഗോ ത്രൂ ദ origin with slope 1. സ്ലോപ്പ് നിങ്ങൾക്ക് ഇവാലുവേറ്റ് ചെയ്യാവുന്നതാണ് dy/dx വെച്ചിട്ട്. അപ്പൊ these parts consist ഈ കേസിലും നമുക്ക് ലിമിറ്റ് പാത്ത് അപ്രോച്ചസ് ആൻഡ് എൻഡേഴ്സ് ദ ഒറിജിൻ എന്നുള്ളത് പ്രൂവ് ചെയ്യാം. ഈ ലിമിറ്റുകൾ രണ്ടും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് ഇവിടെ ക്ലിയർ ആയിട്ട് കാണിക്കാൻ പറ്റുന്നുണ്ട്. ഇനി ഇവിടെ dy/dx എന്ന് പറയുന്ന -x + 2y/x, അതായത് നേരത്തെ നമുക്ക് തന്നിരുന്ന ഓട്ടോണോമസ് സിസ്റ്റം ഇല്ലേ, ആ ഓട്ടോണോമസ് സിസ്റ്റത്തിൽ നിന്ന് നമ്മൾ എഴുതിയിരിക്കുന്നതാണ് g(f(y)(f(xy) ആ ഫോമിൽ എഴുതിയതാണ് -x + 2y/x എന്നുള്ള ഫോമിൽ. അപ്പൊ ഇവിടെ സ്ലോപ്പ് നമുക്ക് എക്സിസ്റ്റ് ചെയ്യും പ്രൊവൈഡഡ് ദിസ് xy is not simultaneously 0. അപ്പൊ ഇനി ഇത് നിങ്ങൾക്ക് ഹോമോജീനിയസ് സിസ്റ്റം വെച്ച് സോൾവ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. dy/d അപ്പോൾ ഒറ്റ y ഈക്വൽ ടു എന്നുള്ള ടേംസിൽ കിട്ടും. അപ്പൊ ഇത് സോൾവ് ചെയ്ത് കഴിയുമ്പോൾ y ഈക്വൽ ടു x plus cx² എന്നുള്ള ഫോമിൽ ഇവിടെ ചെയ്തതിന് പകരം ഇവിടെ അങ്ങനെ ചെയ്തു കഴിഞ്ഞാലും ഇത് അഗെയിൻ ഒരു പരാബോളിക് കർവ് എന്നുള്ള ഫോമിലാണ് കിട്ടുക. അപ്പോൾ സോൾവിങ് ആസ് ഹോമോജീനിയസ് ഇക്വേഷൻ വി ഹാവ് y ഈക്വൽ ടു x പ്ലസ്. അപ്പോൾ ഏത് സൊല്യൂഷൻ സെറ്റ് എടുത്തു കഴിഞ്ഞാലും അതെല്ലാം എന്താണ് ഈ പെർട്ടിക്കുലർ ക്രിട്ടിക്കൽ പോയിന്റിൽ എൻ്റർ ചെയ്യുകയും അപ്രോച്ച് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഹെൻസ് ദാറ്റ് ഈസ് എ നോഡ്. അപ്പോൾ അതാണ് നോഡിൻ്റെ ഒരു കൺസെപ്റ്റ്. എല്ലാ സൊല്യൂഷൻ കർവ്സും നമ്മുടെ നോഡിലേക്ക് അപ്രോച്ച് ചെയ്യും, എൻ്റർ ചെയ്യുകയും ചെയ്യും. ഇത്രയും കാണിച്ചാൽ ക്രിട്ടിക്കൽ പോയിന്റ് എന്താണെന്ന് കാണിക്കാം. നമുക്ക് ക്രിട്ടിക്കൽ പോയിന്റ് ഒരു നോഡാണെന്നുള്ളത് പ്രൂവ് ചെയ്യാം. ഇനി അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. C1 > 0 എന്താണ് കർവ് എന്നുള്ളതാണ് കാണിച്ചിരിക്കുന്നത്. ഇവിടെ t tends to -∞ ആണ് നോക്കിയിരിക്കുന്നത് കേട്ടോ. അപ്പൊ ആ t tends to -∞ ഇവിടുന്ന് ഡീവിയേറ്റ് ചെയ്ത്, അതായത് ഡയറക്ഷൻ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. പക്ഷെ ഈ ഡയറക്ഷൻ കാണുമ്പോൾ അയ്യോ ഇത് ഇവിടുന്ന് സീറോയുടെ നോഡിൽ നിന്ന് ദൂരേക്കാ പോകുന്നതെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ആ ഡയറക്ഷൻ ടിയുടെ ഇൻക്രീസിങ് വാല്യൂവിനനുസരിച്ചുള്ള ഡയറക്ഷൻ, ആ t tends to -∞ ആണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. അപ്പം ആ t tends to ∞ ആണെങ്കിൽ ഇത് ഒറിജിനിലേക്ക് ഡയറക്റ്റ് ചെയ്യുന്ന പോലെ വരും. t tends to -∞. അപ്പൊ ഇവിടെ ആ ഇൻക്രീസിങ് ടിക്ക് അനുസരിച്ച്, പക്ഷെ എല്ലാ കർവും എങ്ങനെയാണ് സീറോയിൽ കൂടെ വന്നാണ് പോകുന്നത് അല്ലേ, കണ്ടോ. ആ ഒരു കൺസെപ്റ്റ് ആണ് ഇവിടെ നമ്മൾ നോക്കിയിരിക്കുന്നത്. അപ്പൊ ഇവിടെ നിങ്ങൾ വിചാരിക്കരുത് ആരോ പുറത്തേക്കാണല്ലോ പോകുന്നത്, പിന്നെ എങ്ങനെയാണ് അപ്രോച്ച് സെന്റേഴ്സ് എന്നുള്ള കൺസെപ്റ്റ് വന്നത് എന്നുള്ളത് ചിന്തിക്കരുത്. എന്താണ് അത് ഉദ്ദേശിക്കുന്നത്, എല്ലാം ഇവിടുന്ന് മാറിപ്പോകുന്ന പോലെയാണ് ഡയറക്ഷൻ എങ്കിലും നമ്മളുടെ കർവ് അപ്രോച്ചസ് ആൻഡ് എൻറ്റേഴ്സ് 0 ക്രിട്ടിക്കൽ പോയിന്റ് ആസ് t tends to -∞ ആണ്.
ഇനി ഇവിടെ സാഡിൽ പോയിന്റ് നെക്സ്റ്റ് ടൈപ്പ് ആണ് നമ്മൾ സാഡിൽ പോയിന്റ് എന്താണെന്നുള്ളത് പറയാൻ പോകുന്നത്. സാഡിൽ പോയിന്റ് എ ക്രിട്ടിക്കൽ പോയിന്റ് ലൈക്ക് ദിസ്. അപ്പൊ നോക്കിയേ ഇവിടെ രണ്ട് ടൈപ്പും ഉണ്ട്. അപ്പൊ ഇവിടെ നോഡ് എന്ന് പറഞ്ഞപ്പം എന്താണ് രണ്ട് ടൈപ്പ് വരുന്നില്ല. ഒന്നല്ലേ എല്ലാവരും ഒറിജിനിലേക്ക് വരുന്നു, അല്ലേ ഒറിജിനിൽ നിന്ന് എല്ലാവരും പോകുന്ന പോലെ. അതിനെയാണ് നമ്മൾ നോഡ് എന്ന് പറയുക. ഒന്നല്ലേ എല്ലാവരും ഒറിജിനിലേക്ക് ഡയറക്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒറിജിനിൽ നിന്ന് ദൂരേക്ക്, അല്ല മിക്സ് വരുന്നില്ല. അതേസമയം സാഡിൽ പോയിന്റ് നോക്കിക്കേ, ഈ ഒറിജിനിലേക്ക് വരുന്ന പോലുള്ള പോയിന്റ്സും ഉണ്ട്, ഒറിജിനിൽ നിന്ന് ദൂരേക്ക് പോകുന്ന പോലത്തെ പോയിന്റ്സും ഉണ്ട്. അപ്പോൾ ആ കേസിലുള്ള ക്രിട്ടിക്കൽ പോയിന്റിനെയാണ് നമ്മൾ സാഡിൽ പോയിന്റ് എന്ന് പറയുന്നത്. അതാണ് ഈ ഫിഗറിൽ കാണുന്ന പോയിന്റ്, ക്രിട്ടിക്കൽ പോയിന്റ് ആണ് സാഡിൽ പോയിന്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. It is approached and entered by two half-line paths CU and DO. അപ്പോൾ approached entered by two half-line paths CU and DO as t tends to minus infinity, and these two paths lie on another line CD. ഇതിനെ ഒറ്റ ലൈനായിട്ട് കാണുകയാണെങ്കിൽ നമുക്ക് CD എന്നീ ലൈനിനെ വിളിക്കാം. It is also half-line paths AO and BO as t tends to infinity. അപ്പോൾ t tends to minus infinity ക്ക് എന്ത് സംഭവിക്കുന്നു? t tends to minus infinity ക്ക് ഒരു സിയും ഡിയും രണ്ടും ദൂരേക്ക് പോകുന്നതായിട്ട് കാണിക്കുന്നു. ഓക്കെ, രണ്ടും ദൂരേക്ക്, രണ്ടും കണ്ട ആരോ സി ഡി ആസ് ടി ടെൻസ് ടു മൈനസ് ഇൻഫിനിറ്റി. ഇവിടെ നമുക്ക് ടി ടെൻസ് ടു മൈനസ് ഇൻഫിനിറ്റിക്ക് കിട്ടിയ പോലെ ഒറിജിനിൽ നിന്ന് ദൂരേക്ക് പോകുന്ന പോലെയാണ് കിട്ടുന്നത്. അങ്ങനെയാണെങ്കിലും എഗെയിൻ ഇറ്റ് അപ്രോച്ചസ് ആൻഡ് എൻഡേഴ്സ് എന്ന് പറയുന്നു കേട്ടോ. അപ്രോച്ചസ് ആൻഡ് എൻഡേഴ്സ് എന്നുള്ളത് ആ വാക്ക് മീനിങ് നിങ്ങൾ എടുക്കണ്ട, ലിമിറ്റിന്റെ അർത്ഥം വെച്ച് നിങ്ങൾ നോക്കിയാൽ മതി കേട്ടോ. ഇനി ഇവിടെ സാഡിൽ പോയിന്റ് ആണെങ്കിൽ ഇവിടെ കണ്ടോ ടി ടെൻസ് ടു മൈനസ് ഇൻഫിനിറ്റിക്ക് ഇത് രണ്ടും പുറത്തേക്ക് പോകുന്നതായിട്ട് കാണിക്കുന്നു. ഇനി ടി ടെൻസ് ടു ഇൻഫിനിറ്റിക്ക് എ ആൻഡ് ബി ഒ നോക്കൂ ഒറിജിനിലേക്ക് വരുന്നത് പോലെയാണ് ആസ് ടി ടെൻസ് ടു ഇൻഫിനിറ്റിക്ക് വരുന്നത്. ഓക്കെ, അപ്പൊ രണ്ട് ടൈപ്പ് ഉണ്ട്, ഡയറക്റ്റഡ് ടുവേർഡ്സ് ദ ഒറിജിനും ഡയറക്റ്റഡ് അവേ. അപ്പൊ ടി ടെൻസ് ടു മൈനസ് ഇൻഫിനിറ്റിക്ക് ഡയറക്റ്റഡ് അവേ ഫ്രം ദ ഒറിജിനും, t tends to infinity directed towards the origin. Between the four half-line paths, there are four regions and each contains a family of paths resembling hyperbolas നെ resemble ചെയ്യുന്ന പാത്ത് ഉണ്ട്. മറ്റേ നോഡിന്റെ കേസിലെല്ലാം പാരാബോളിക് പാത്സ് ആയിരുന്നു, ഇവിടെ അവിടെ ഹാഫ് ലൈൻസും ഉണ്ടായിരുന്നു, പാരാബോളിക് പാത്സും ഉണ്ടായിരുന്നു. ഇവിടെ എന്താണ് ഹാഫ് ലൈൻസും ഹൈപ്പർബോളിക് പാത്സും ആണ് ഉള്ളത്. These paths do not approach zero as t tends to infinity or t tends. ഇത് zero tends to t tends to minus infinity കോ പ്ലസ് infinity കോ ഒറിജിനിലേക്ക് വരുന്ന പോലെയല്ല. ഇവിടുന്ന് അവർ അതൊരു ഫ്ലോയിൽ അതങ്ങ് പോവുകയാണ്, ഡയറക്റ്റ് ചെയ്തങ്ങ് പോവുകയാണ് അതിൻ്റെ ആ പാത്തിൽ കൂടെ. അപ്പം അങ്ങനെയുള്ള പാത്ത്. ഇപ്പം ഈ കേസിലാണ് നമ്മൾ സീറോയെ സാഡിൽ പോയിന്റ്. നിങ്ങളും ഫംഗ്ഷൻ്റെ മാക്സിമം മിനിമം പഠിക്കുമ്പോഴും സാഡിൽ പോയിന്റ് പറയുന്നുണ്ട്. കാരണം ആ പോയിന്റിൽ ബോത്ത് മാക്സിമം ആൻഡ് മിനിമം അറ്റൈൻ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളതിനെ സാഡിൽ പോയിന്റ് എന്ന് പറയും. അപ്പോൾ അതേപോലുള്ളൊരു കേസ് തന്നെയാണ് ഇവിടെ. ഡയറക്ഷൻ ടുവേർഡ്സ് ദ ഒറിജിനും ഉണ്ട്, അവേ ഫ്രം ദ ഒറിജിനും ഉണ്ട്. ഇതിലൊന്നും പെടാതെ പോലെ പോകുന്ന കർവ്സും ഉണ്ട്, സൊല്യൂഷൻ കർവ്സ്. അപ്പൊ അങ്ങനെയുള്ള കേസിലാണ് ക്രിട്ടിക്കൽ പോയിന്റിന് സാഡിൽ പോയിന്റ് എന്ന് പറയുന്നത്. അതായിരുന്നു സെക്കൻഡ് ടൈപ്പ്. അതിന് എക്സാമ്പിൾ ഒന്നും നമുക്ക് ഇവിടെ തന്നിട്ടില്ല. ഇനി മൂന്നാമത്തെ ടൈപ്പാണ് സെന്റർ എന്ന് പറയുന്നത്. സെന്റർ or vortex, അതിനെ vortex എന്നും പറയും. is a critical point that is surrounded by a family of closed paths. It is surrounded by closed path. It is not approached by any path as t tends to infinity or as t tends to minimum. അപ്പോൾ അതിൽ ഒരു പാത്തും ഒരു സൊല്യൂഷൻ കർവും ആ ക്രിട്ടിക്കൽ പോയിന്റിലേക്ക് അപ്രോച്ച് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല. അതായത് അപ്രോച്ച് ചെയ്യാന്ന് പറഞ്ഞാൽ ലിമിറ്റ് ടി ടെൻസ് ടു ഇൻഫിനിറ്റി ഓർ മൈനസ് ഇൻഫിനിറ്റി എക്സ് ടി എക്സ് നോട്ടും ആവില്ല, വൈ ടി വൈ നോട്ടും ആവില്ല എന്നുള്ളതാണ് പറയുന്നത്. കൺസിഡർ ദ സിസ്റ്റം. നമുക്കതൊരു എക്സാമ്പിൾ വഴി നോക്കാം. കൺസിഡർ ദ സിസ്റ്റം dx by dt equal to minus y dy by dt equal to x. ക്രിട്ടിക്കൽ പോയിന്റ് 0 0 എന്നുള്ളത് കണ്ടുപിടിച്ചു. ഇനി ഇതിന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാം. അത് നമ്മൾ നേരത്തെ പഠിച്ച മെത്തേഡ് വഴി സൊല്യൂഷൻ നമുക്ക് ഇവിടെ x ഈക്വൽ ടു മൈനസ് c1 sin t പ്ലസ് c2 cos t, y ഈക്വൽ ടു c1 cos t പ്ലസ് c2 sin t എന്നുള്ളത് കിട്ടും. ഈ c1ന്റെ c2ന്റെ വാല്യൂസ് അനുസരിച്ചാണ് സൊല്യൂഷൻ കർവ്സ് വരിക. അപ്പോൾ ഇവിടെ സൊല്യൂഷൻ ഇനിഷ്യൽ കണ്ടീഷൻസ് ഇതൊക്കെയാണ് സാറ്റിസ്ഫൈ ചെയ്യുന്നതെങ്കിൽ x of 0 1 y of 0 equal to 0 ആണെങ്കിൽ ക്ലിയർലി സൊല്യൂഷൻ x equal to cos t y equal to sin t ആണ്. നമുക്കതറിയാം എന്തിൻ്റെ ഇക്വേഷൻ, അതൊരു യൂണിറ്റ് സർക്കിളിൻ്റെ ഇക്വേഷൻ ആണ്. അത് ഇതാണ് കിട്ടുക. ഇനി ഇനിഷ്യൽ കണ്ടീഷൻ x of 0 equal to 0 y of 0 equal to -1 ആണെങ്കിൽ ഇതാണ് sin t മൈനസ് cos t ആണ് കിട്ടുക. ഇതിനെ നമ്മൾ cos tയുടെയും sin tയുടെയും ടേംസിൽ അഗെയിൻ എഴുതി. അഗെയിൻ ദിസ് ഈസ് എ യൂണിറ്റ് സർക്കിളിൻ്റെ ഇക്വേഷൻ ആണ്, സെയിം സർക്കിൾ തന്നെയാണിത്.
These two solutions define the same path C, x square plus y square equal to 1. ഇത് രണ്ട് കേസിലും നമുക്ക് ഈ C തന്നെയാണ് കർവ് കിട്ടുക. ഇനി നമുക്ക് കോമൺ ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളുടെ dy by dx ഈക്വൽ ടു g of xy മൈനസ് 6 ആണ്. f of xy എന്ന് പറയുന്ന y ആണ്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിയുമ്പം dy by dx ഈക്വൽ ടു മൈനസ് x by y എന്ന് കിട്ടി. y dy ഈക്വൽ ടു മൈനസ് x dx. അപ്പോൾ നമുക്ക് x സ്ക്വയർ പ്ലസ് y സ്ക്വയർ ഈക്വൽ ടു z സ്ക്വയർ. ഇതാണ് നമ്മുടെ സൊല്യൂഷൻ കർവ് എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ c മാറുന്നതനുസരിച്ച് നമുക്ക് ഈ സൊല്യൂഷൻ കർവ് ഓരോ സർക്കിൾസ് കോൺസെൻട്രിക് സർക്കിൾസ് വിത്ത് സെൻറ്റർ അറ്റ് ദ ഒറിജിൻ ആയിട്ട് നമുക്ക് റേഡിയസ് പല ഉള്ള സർക്കിൾസ് ആണ് സൊല്യൂഷൻ കർവ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കേസിൽ നമ്മുടെ ക്രിട്ടിക്കൽ പോയിന്റ് 0 ആണ്. അതിനെ ചുറ്റിയിട്ടാണ് എല്ലാവരും ഒന്നും അതിനെ അപ്രോച്ച് ചെയ്യും എൻ്റർ ചെയ്യുന്നതായിട്ടൊന്നും നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. എല്ലാവരും അതിനെ സർക്കിൾ ചെയ്തിട്ട് എൻസർക്കിൾ ചെയ്ത് കറങ്ങുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആ സെൻറ്റർ അല്ലെ വോർട്ടെക്സ് എന്നുള്ള ആ നെയിം നമ്മൾ ആ സർക്കിളിൻ്റെ സെൻറ്ററിൻ്റെ ആ ഒരു കൺസെപ്റ്റിനെ ന്യായീകരിക്കുന്ന വിധത്തിൽ തന്നെയാണ് നമുക്ക് ഈ ക്രിട്ടിക്കൽ പോയിന്റ് കിടക്കുന്നത് എന്നുള്ളത് കാണാം. ഇനി നെക്സ്റ്റ് ടൈപ്പ്, അപ്പോൾ നമ്മൾ നോഡ് കണ്ടു, സാഡിൽ പോയിന്റ് കണ്ടു, സെൻറ്റർ കണ്ടു, ഇനി സ്പൈറൽ എന്താണെന്നുള്ളതാണ് പറയാൻ പോകുന്നത്. ഇവിടെയെല്ലാം നമ്മൾ സ്റ്റേബിൾ, അസിംപ്റ്റോട്ടിക്കലി സ്റ്റേബിൾ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ എഴുതിയിരിക്കുന്നത് നമ്മൾ ലാസ്റ്റ് സ്റ്റെബിലിറ്റിയെ കുറിച്ച് പറയുന്നുണ്ട്. ആ ഭാഗത്ത് വരുമ്പോൾ ഇതെന്താന്നുള്ളത് നോക്കാനാണ് കേട്ടോ. ഇനി ക്രിട്ടിക്കൽ പോയിന്റ് ലൈക്ക് ദാറ്റ് ഇൻ ദിസ് ഫിഗർ ഈസ് കോൾഡ് എ സ്പൈറൽ. അപ്പോൾ ഈ ടൈപ്പിലുള്ള ഒരു ക്രിട്ടിക്കൽ പോയിന്റിനെയാണ് നമ്മൾ ഇവിടെ ഒറിജിൻ ആണ് ക്രിട്ടിക്കൽ പോയിന്റ്. ഇങ്ങനെയുള്ള സൊല്യൂഷൻ കർവ്സ് ആണ് അതിൻ്റെ ചുറ്റുമുള്ളതെങ്കിൽ ആ ക്രിട്ടിക്കൽ പോയിന്റിനെ നമ്മൾ സ്പൈറൽ എന്ന് പറയും, അല്ലെ ഫോക്കസ്. സെന്ററിന്റെ വേറൊരു പേരാണ് വോർട്ടെക്സ്, സ്പൈറലിന്റെ വേറെ പേരാണ് ഫോക്കസ്. സച്ച് എ പോയിന്റ് ഇസ് അപ്രോച്ച്ഡ് ഇൻ എ സ്പൈറൽ ലൈക്ക് മാനർ ബൈ എ ഫാമിലി ഓഫ് പാത്ത് ദാറ്റ്. അപ്പോൾ ഇവിടെ അപ്രോച്ച് ചെയ്യുന്നുണ്ട്, പക്ഷെ അപ്രോച്ച് ചെയ്യുന്ന ഏത് രീതിയിൽ തന്നെ സ്പൈറൽ ലൈക്ക് manner by a family of paths that wind around it an infinite number of times like a spiral. അപ്പം ഇത് എന്താണ്, ചുറ്റി ചുറ്റി എത്തുന്ന പോലെ, ഫൈനൈറ്റ് ആയിട്ട് എത്തുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യൂല. ഒരു ചുഴി പോലെ ഇങ്ങനെ കിടക്കും സൊല്യൂഷൻ കർവ് ക്രിട്ടിക്കൽ പോയിന്റിന് ചുറ്റും. അപ്പോൾ അങ്ങനെയുള്ള ഒരു ക്രിട്ടിക്കൽ പോയിന്റിനെയാണ് നമ്മൾ സ്പൈറൽ അല്ലെ ഫോക്കസ് എന്ന് പറയുന്നത്. while the paths approach O, they do not enter it. അപ്പോൾ ഇത് ഇവിടെ ഈ കേസിൽ എന്താ സംഭവിക്കുന്നത്, അവർ അപ്രോച്ച് ചെയ്യുന്നുണ്ട് ബട്ട് ഡു നോട്ട് എൻ്റർ ഇറ്റ്. അപ്പോൾ ഓരോ കേസിലും നോഡ് എന്താണ്, സെൻറ്റർ എന്താണ്, എല്ലാം കൃത്യമായിട്ട്. നോഡിൻ്റെ കേസിൽ എന്തായിരുന്നു, ആ നോഡിൻ്റെ കേസിൽ നമ്മളുടെ ബോത്ത് അപ്രോച്ച് ചെയ്യുകയും എൻ്റർ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. സാഡിൽ പോയിന്റിൽ എന്താണ്, നമ്മളുടെ ആ ഡയറക്ഷൻ ഇൻ ദ സെൻസ് അപ്രോച്ച് ചെയ്യുന്നതായിട്ടും തോന്നും, അത് ഇത് ഡീവിയേറ്റ് പല ടൈപ്പും ഉണ്ട്. ഇനി എൻ്ററും അപ്രോച്ചും ചെയ്യാത്ത രീതിയിലുള്ള കേഴ്സും ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഓരോ ടൈപ്പ് എന്താണെന്നുള്ളത് നിങ്ങൾ സ്പെഷ്യലായിട്ട് മാറ്റി എഴുതി വെച്ചോളുക. ഞാൻ നിങ്ങളുടെ ഫോർമുല ഷീറ്റ് തരുന്ന കൂട്ടത്തിൽ അതും എഴുതി തരാം കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോളുക. അപ്പോൾ ഈ കേസ് സ്പൈറലിൻ്റെ കേസിൽ എന്താണ്, പോയിന്റ് പാർട്സ് അപ്രോച്ച് ഒറിജിൻ അപ്രോച്ച് ചെയ്യുന്നുണ്ട് ബട്ട് ദേ ഡു നോട്ട് എൻ്റർ ഇറ്റ്. അപ്പോൾ ദേ ഡി നോട്ട് എൻ്റർ ഇറ്റ് എന്നുള്ളത് ആ ഡെഫിനിഷൻ സെൻസിലാണ് കേട്ടോ. അപ്പോൾ എൻ്റർ ചെയ്യുന്നില്ല ബട്ട് അപ്രോച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതാണ് നമ്മളുടെ സ്പൈറൽ എന്ന് പറയുന്ന ക്രിട്ടിക്കൽ പോയിന്റ്. ദാറ്റ് ഈസ് എ പോയിന്റ് P moving along such a path approaches 0 as t tends to infinity but the line OP does not approach any definite direction. ഇതൊരു എക്സാമ്പിൾ വഴി ഇവിടെ കാണിച്ചിരിക്കുകയാണ്. ഈ എ എന്ന് പറയുന്ന ആർബിട്രറി കോൺസ്റ്റന്റ് ആണ്. ഇവിടെ ക്രിട്ടിക്കൽ പോയിന്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒറിജിൻ തന്നെ ക്രിട്ടിക്കൽ പോയിന്റ് കിട്ടാൻ വേണ്ടിയിട്ട് a²+1 x = 0 എന്ന് കൊടുത്തു. ഇത് സോൾവ് ചെയ്ത് വരുന്നുണ്ട്. സോൾവ് ചെയ്യുമ്പോൾ a²+1 എന്ന് പറയുന്നത് എന്തായാലും എപ്പോഴും എന്തായിരിക്കും, നോൺ സീറോ ആയിരിക്കും. കാരണം a² പോസിറ്റീവ് ആയേ പറ്റുള്ളൂ. കോംപ്ലക്സ് കോൺസ്റ്റൻസ് അല്ല, നമ്മളുടെ ഓട്ടോണമസ് സിസ്റ്റത്തിൽ നമ്മൾ റിയൽ കോഎഫിഷ്യൻസ് വെച്ചിട്ട് തന്നെയാണ് പറയുന്നത്. അപ്പോൾ a²+1 × x 0 എന്ന് പറഞ്ഞാൽ x 0 ആണ്. x 0 ആയി കഴിഞ്ഞാൽ എന്തായിരിക്കും, y 0 ആയി. അപ്പോൾ x 0 0 ആണ് ക്രിട്ടിക്കൽ പോയിന്റ്. ഇനി ഇതിൻ്റെ സൊല്യൂഷൻ നമ്മൾ പോളാർ കോർഡിനേറ്റ്സ് യൂസ് ചെയ്താണ് കാണുന്നത്. പോളാർ കോർഡിനേറ്റ്സ് നമുക്കറിയാം, x = r cos θ, y = r sin θ ആണ്. r² = x² + y², θ = tan inverse y/x. ഇനി ഈ r² നമ്മൾ ഒന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 2r dr/x വിത്ത് റെസ്പെക്ട് ടു x ആണ് നമ്മളിവിടെ ചെയ്യുന്നത്. 2r dr/x = 2x + 2y dy/dx. ഇതിൽ r dr dx നമുക്ക് x + y dy/dx കിട്ടും. ഇനി ഇവിടെ dθ/dx എല്ലാം വിത്ത് റെസ്പെക്ട് ടു x ആണ് ചെയ്യുന്നത്. അപ്പോൾ 1/1 + y² ഇൻറ്റു ഈ ഡെറിവേറ്റീവ് y/x-ൻ്റെ ഡെറിവേറ്റീവ് ഇവിടെ വരും. അത് നമുക്ക് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഇക്വേഷൻ 3 കിട്ടും. ഈ ഇക്വേഷൻ 3ൽ നിന്ന് നമ്മൾ r dr
2/3 ചെയ്യാണ്. ഈ ഇക്വേഷൻ 2/3, അതായത് നമ്മൾ നേരത്തെ dy/dx ചെയ്ത പോലെ 2/3 ചെയ്യുമ്പോൾ r/dr/d θ ഈക്വൽ ടു ഇക്വേഷൻ കിട്ടും. അത് സിംപ്ലിഫൈ ചെയ്ത് വരുമ്പോൾ നമുക്ക് ദിസ് ഇസ് ഈക്വൽ ടു, അതായത് dr/d θ എന്താന്ന് കിട്ടും, dr/d θ ഈക്വൽ ടു AR എന്ന് കിട്ടി. ഇനി dr/d θ ഈക്വൽ ടു AR ആണെങ്കിൽ ആറിൻ്റെ ടേം താഴേക്ക് കൊണ്ടുവന്നു. അപ്പോൾ dr/r ഈക്വൽ ടു AD θ നമുക്ക് സോൾവ് ചെയ്ത് കഴിയുമ്പോൾ r ഈക്വൽ ടു CE⁻A⁻θ ഇസ് ദ പോളാർ ഇക്വേഷൻ ഓഫ് ദ പാത്സ് എന്ന് കിട്ടി. ഇനി ഇത് നമുക്കറിയാം സ്പൈറലിൻ്റെ ഇക്വേഷൻ ആണ്. കാരണം A നോട്ട് ഈക്വൽ ടു 0 ആകുമ്പോൾ എന്താണ് സൊല്യൂഷൻ എന്നുള്ളത് നോക്കാം. A നോട്ട് ഈക്വൽ ടു 0 ആകുമ്പോൾ ഇതെന്താണ്, രണ്ട് കേസ് വരും, A ഗ്രേറ്റർ ദാൻ 0, A ലെസ് ദാൻ 0. അപ്പോൾ A ഗ്രേറ്റർ ദാൻ 0 ആകുമ്പോഴത്തേക്കും ഇത് ഫുള്ള് പോസിറ്റീവ് ആണ്. അപ്പോൾ ഇത് പോസിറ്റീവ് ആകുമ്പോൾ നമുക്ക് എന്താണ്, ഈ കർവ് ഇവിടെ നിൽക്കാൻ e⁻c⁴. അപ്പോൾ ഈ C പോസിറ്റീവ് ആകുമെന്ന് ചോദിച്ചാൽ C എന്തായിട്ട് എടുത്തിരിക്കുന്നത്, e⁻c⁴ വാല്യൂ ആണ്. e⁻c⁴ ഈസ് ഓൾവേസ് പോസിറ്റീവ് കേട്ടോ. അപ്പോൾ ഇവിടെ എയുടെ വാല്യൂനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കുന്നത്. A ഗ്രേറ്റർ ദാൻ 0 എന്ന് പറയുമ്പോഴത്തേക്കും A കൂടുന്നതനുസരിച്ച് വാല്യൂ ഇൻക്രീസ് ചെയ്ത് പോകുന്ന പോലെയാണ് നമുക്ക് കർവ് കിട്ടുക. അപ്പോൾ ഇതാണ് ഒറിജിനിൽ നിന്ന് ദൂരേക്ക് പോകുന്ന പോലെയാണ് കർവ് വരിക. ഇനി A ലെസ് ദാൻ 0 എന്ന് പറഞ്ഞാൽ എന്താ, A ലെസ് ദാൻ 0 ആണെങ്കിൽ ഇതിൻ്റെ വാല്യൂ ഒറിജിനിലേക്ക് വരുന്ന പോലത്തെ ഫീലാണ് കിട്ടുക. അപ്പോൾ ഇത് രണ്ട് സ്പൈറൽ A ലെസ് ദാൻ 0യ്ക്കും A ഗ്രേറ്റർ ദാൻ 0യ്ക്കുമുള്ള കർവ്സ് ആണ് ഈ തന്നിരിക്കുന്നത്. ഇനി A ഈക്വൽ ടു 0 ആകുമ്പോൾ എന്താ സംഭവിക്കുക, ഇത് R ഈക്വൽ ടു C ആവും. R ഈക്വൽ ടു C പോളാർ കോർഡിനേറ്റ്സിൻ്റെ ടേംസിൽ ദാറ്റ് ഈസ് ഇക്വേഷൻ ഓഫ് എ സർക്കിൾ ആണ്. x² + y² ഈക്വൽ ടു c² എന്ന് പറയുന്ന സർക്കിളാണ്. ആ കേസിൽ ക്രിട്ടിക്കൽ പോയിന്റ് എന്താവും, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സെൻറ്റർ ആവും. അപ്പോൾ ഈ C നോട്ട് ഈക്വൽ ടു 0, അല്ല സോറി A നോട്ട് ഈക്വൽ ടു 0യിലാണ് നമുക്ക് ഈ സ്പൈറൽ എന്നുള്ള കൺസെപ്റ്റ് കിട്ടുക കേട്ടോ. അപ്പോൾ ഇതാണ് സ്പൈറൽ എന്ന് പറയുന്നത്. ആൻഡ് ഹിയർ സിൻസ് 0, 0 സ്റ്റാൻഡ്സ് ഇൻ ദ ബോർഡർ ലൈൻ ബിറ്റ്വീൻ ദ സ്പൈറൽസ് ഓഫ് ഫിഗർ, എ ക്രിട്ടിക്കൽ പോയിന്റ് ദാറ്റ് ഇസ് എ സെൻറ്റർ ഈസ് ഓഫൻ കോൾഡ് എ ബോർഡർ ലൈൻ കേസ്. അപ്പോൾ ഇവിടെ കണ്ട ഏകദേശം സെൻറ്റർ കിടക്കുന്ന പോലെയാണ് കിടക്കുന്നത് ഈ ക്രിട്ടിക്കൽ പോയിന്റ് അല്ലേ. കാരണം അതിനെ ചുറ്റി ചുറ്റി, സെൻറ്ററിൻ്റെ കൺസെപ്റ്റ് അതാണല്ലോ, അതിനെ ചുറ്റി പോവുക എന്നുള്ളൊരു കൺസെപ്റ്റാണ്. അപ്പോൾ അത് ഒരു സെൻറ്ററിൻ്റെ ഫീല് തരുന്നുണ്ട് ഈ സ്പൈറല്, ബട്ട് ഇറ്റ് ഈസ് നോട്ട് ആക്ച്വലി എന്താണ്, ഒരു സെൻറ്റർ അല്ല. അപ്പം ഈ സെൻറ്ററിനെ അതുകൊണ്ട് ഒരു ബോർഡർ ലൈൻ കേസ് എന്ന് പറയാറുണ്ട്. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങോട്ടും മാറാവുന്ന ഒരു സിറ്റുവേഷനിൽ നിൽക്കുന്ന സ്ഥിതിയിലായതുകൊണ്ട് സെൻറ്ററിനെ എപ്പോഴും, കാരണം സ്പൈറൽ ആയിട്ടൊരു റിസംബ്ലൻസ് വരുന്നത് കൊണ്ട് കൂടി, എന്നാൽ സ്പൈറൽ അല്ല താനും, അതുകൊണ്ട് ഈ സെൻറ്ററിനെ ഈ കേസിൽ ഒരു ബോർഡർ ലൈൻ കേസ് എന്ന് പറയാറുണ്ട്. ഇനി ഇതിൻ്റെ സ്റ്റെബിലിറ്റിയെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. നമ്മളെ നോർമൽ പെൻഡുലം എടുത്തു കഴിഞ്ഞാൽ ആ പെൻഡുലത്തിൻ്റെ ആ ബോബാണ് ഈ ഡോട്ട് വെച്ച്, അത് സ്റ്റേബിളായിട്ട് നിൽക്കുന്ന രണ്ട് സിറ്റുവേഷൻസ് ആണ് പറയുന്നത്. ഒന്ന് അത് റെസ്റ്റിലിരിക്കുന്നതും, പിന്നെ ഒന്ന് അത് ആടി ഏറ്റവും ഹയസ്റ്റ് പൊസിഷനിൽ മേളി വരുന്നത്. അപ്പോൾ എപ്പോഴും നമുക്കറിയാം അത് ആടി മേളി വന്ന് നിൽക്കുന്ന ഒരു ഇൻസ്റ്റൻറ്റ് എന്താണ്, അത് സ്റ്റേബിളായിട്ട് നിൽക്കും, പിന്നെ അതിങ്ങനെ വേഗം താഴേക്ക് വരും. അപ്പോൾ ഈ റെസ്റ്റിലുള്ള പൊസിഷനിലും ഇത് ഏറ്റവും ഹയസ്റ്റ് പൊസിഷനിൽ എത്തുമ്പോഴാണ് ഇത് സ്റ്റേബിളായിട്ട് നിൽക്കുന്ന ഒരു ഫീല് വരുന്നത്. ഈ രണ്ട് സ്റ്റെബിലിറ്റിയും വ്യത്യാസമുണ്ട്. റെസ്റ്റിൽ നിൽക്കുന്ന സ്റ്റെബിലിറ്റി ഒന്നും കൂടെ എന്താണ്, സ്റ്റേബിൾ ആണെന്ന് നമുക്ക് പറയാം. മറ്റേത് ദ ഫസ്റ്റ് സ്റ്റേറ്റ് ഈസ് ക്ലിയർലി അൺസ്റ്റേബിൾ. അതായത് ഇത് മുകളിൽ സ്റ്റെബിലിറ്റി എന്ന് പറയുന്ന സ്റ്റഡി സ്റ്റേറ്റുകളാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഒരു ഇക്വിലിബ്രിയം പോസിൽ എപ്പോഴാണ് നിൽക്കുക, ഒന്ന് റെസ്റ്റിലിരിക്കുമ്പോഴും പിന്നെ ഒന്നാം മേലേക്ക് ഏറ്റവും ഹയസ്റ്റ് പോയിന്റിൽ എത്തിക്കഴിയുമ്പോൾ ഒരു ഇക്വിലിബ്രിയം പൊസിഷൻ പോലെ തോന്നും. പക്ഷെ ആ രണ്ട് പൊസിഷനിൽ വ്യത്യാസമുണ്ട്. ഈ താഴത്തെ ഇക്വിലിബ്രിയം പൊസിഷൻ ഹൈലി സ്റ്റേബിൾ ആണ്, അതേസമയം മുകളിലത്തെ എന്ന് പറയുന്ന ആ ഇക്വിലിബ്രിയം പൊസിഷൻ അധികം നേരം അതിന് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല, അത് അൺസ്റ്റേബിൾ ആണ്. അപ്പോൾ അതാണ് ഈ എക്സാമ്പിളിൽ പറയുന്നത്. A small disturbance at an unstable equilibrium point leads to a larger and larger departure from this point. അപ്പോൾ നിങ്ങൾക്കറിയാം ഈ ഹയസ്റ്റ് പോയിന്റിൽ നിൽക്കുന്ന ആ ഒരു ഇക്വിലിബ്രിയം പൊസിഷൻ അൺസ്റ്റേബിൾ ആണ്, താഴത്തേത് എന്നാൽ ഒന്നും കൂടി സ്റ്റേബിൾ ആയിട്ടുള്ള പൊസിഷനുമാണ്. Consider an isolated critical point of dx/dt equal to fxy dy/dt equal to gxy. അത് ഒറിജിൻ ആണെന്ന് തന്നെ വിചാരിക്കുക ക്രിട്ടിക്കൽ പോയിന്റ്. ദിസ് ക്രിട്ടിക്കൽ പോയിന്റ് ഈസ് സെഡ് ടു ബി സ്റ്റേബിൾ. എന്താണ് സ്റ്റേബിൾ ക്രിട്ടിക്കൽ പോയിന്റ് എന്നുള്ളതാണ് പറയുന്നത്. ഇഫ് ഫോർ ഈച്ച് പോസിറ്റീവ് നമ്പർ ക്യാപിറ്റൽ. അപ്പോൾ ഈ ഒറിജിൻ എന്ന് പറയുന്നതാണ് നമ്മളുടെ ക്രിട്ടിക്കൽ പോയിന്റെങ്കിൽ അത് സെന്റർ ആക്കിക്കൊണ്ട് ഒരു സർക്കിള് ക്യാപിറ്റൽ R റേഡിയസ് ഉള്ള ഒരു സർക്കിൾ വരച്ചാൽ, ഏത് സർക്കിൾ
സർക്കിൾ വരയ്ക്കണം. ഫോർ ഏത് ആർ എടുത്തു കഴിഞ്ഞാലും ഇത് സംഭവിക്കണം കേട്ടോ. ഏത് ക്യാപിറ്റൽ ആർ എടുത്തു കഴിഞ്ഞാലും എനിക്കൊരു സ്മോൾ ആർ കണ്ടുപിടിക്കാൻ പറ്റണം. ആ സ്മോൾ ആർ റേഡിയസ് ഉള്ള സർക്കിൾ ഞാൻ വരച്ചു. സച്ച് ദാറ്റ് ആ സ്മോൾ ആറിന്റെ പ്രത്യേകത എന്തായിരിക്കണം? ആ റേഡിയസിന്റെ ഉള്ളിലുള്ള ഏത് പാത്ത് എടുത്ത് സച്ച് ദാറ്റ് എവറി പാത്ത് വിച്ച് ഈസ് ഇൻസൈഡ് ദ സർക്കിൾ, ഈ സ്മോൾ ആറിന്റെ ഉള്ളിലുള്ള ഏത് പാത്ത് എടുത്തു കഴിഞ്ഞാലും ഒരു പെർട്ടിക്കുലർ ടി നോട്ടിന് ശേഷമുള്ള ഗ്രേറ്റർ ദാൻ ടി നോട്ട് ആയിട്ടുള്ള എല്ലാ ടി വാല്യൂസിന്റെയും കറസ്പോണ്ടിങ് സൊല്യൂഷൻ എവിടെ കിടക്കണം? ഇതിന്റെ ഉള്ളിൽ തന്നെ കിടക്കണം. ഈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയറിന്റെ ഉള്ളിൽ തന്നെ കിടക്കുവാണെങ്കിൽ വി സേ ദാറ്റ് ക്രിട്ടിക്കൽ പോയിന്റ് ഈസ് സ്റ്റേബിൾ. അപ്പോൾ ഒന്നും കൂടെ പറയാം, ക്രിട്ടിക്കൽ പോയിന്റ് സ്റ്റേബിൾ ആണെങ്കിൽ ഫോർ ഈച്ച് പോസിറ്റീവ് നമ്പർ ക്യാപിറ്റൽ ആർ, ഏത് ക്യാപിറ്റൽ ആർ എടുത്തു കഴിഞ്ഞാലും ആ ക്യാപിറ്റൽ ആർ റേഡിയസ് ഉള്ള ഒരു സർക്കിൾ വരച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ഒരു സ്മോൾ ആർ റേഡിയസ് ഉള്ള ഒരു സർക്കിൾ എനിക്ക് വരയ്ക്കാൻ പറ്റണം. സ്മോൾ ആർ, there exist small r such that ആ സ്മോൾ ആറിന്റെ ഉള്ളിൽ കിടക്കുന്ന പാത്ത് എന്ന് പറഞ്ഞാൽ സൊല്യൂഷൻ കർവ്, ആ സൊല്യൂഷൻ കർവിന്റെ ഒരു പെർട്ടിക്കുലർ ടി നോട്ടും എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റണം. സച്ച് ദാറ്റ് ആ ടി നോട്ടിന് ശേഷമുള്ള എല്ലാ വലിയ ടീകൾ എടുത്തു കഴിഞ്ഞാലും ആ സൊല്യൂഷൻ കർവ് എവിടെയൊക്കെ തന്നെ ഉണ്ടാവും? ഈ ആറിന്റെ ആർ എന്ന് പറയുന്ന ക്യാപിറ്റൽ ആർ റേഡിയസ് ഉള്ള സർക്കിളിന്റെ ഉള്ളിൽ തന്നെ ഉണ്ടാകണം. അങ്ങനെയാണെങ്കിൽ വി സേ ദാറ്റ്, അതായത് ആ ക്രിട്ടിക്കൽ പോയിന്റിനെ ചുറ്റിപ്പറ്റി തന്നെ അതിന്റെ സൊല്യൂഷൻ കർവ്സ് കിടപ്പുണ്ടെങ്കിൽ അതിനെ നമ്മൾ ക്രിട്ടിക്കൽ പോയിന്റിനെ നമ്മൾ സ്റ്റേബിൾ ക്രിട്ടിക്കൽ പോയിന്റ് എന്ന് പറയും. ഇനി ഒരു ക്രിട്ടിക്കൽ പോയിന്റ് ഈസ് സ്റ്റേബിൾ ഇഫ് ഓൾ പാത്സ്, അത് അതിൻ്റെ ഒരു എന്താണ് ജോമെട്രിക്കൽ മീനിങ് ആണ് ഈ രണ്ടാമത് പറയുന്നത്. ഇഫ് ഓൾ പാത്സ് ദാറ്റ് ഗെറ്റ് സഫിഷ്യൻ്റ്ലി ക്ലോസ് ടു ദ പോയിന്റ് സ്റ്റേ ക്ലോസ് ടു ദ പോയിന്റ്. ഇനി അവർ ക്രിട്ടിക്കൽ പോയിന്റ് ഈസ് സെറ്റ് ടു ബി അസിംപ്റ്റോട്ടിക്കലി സ്റ്റേബിൾ എന്ന് എപ്പോഴാണ് പറയുക? അത് സ്റ്റേബിളും ആയിരിക്കണം, പ്ലസ് ഒരു കണ്ടീഷനും കൂടി ഉണ്ട്. there exists a circle x square plus y square equal to r naught square such that every path which is inside this circle, അപ്പോൾ ഒരു സർക്കിളും കൂടെ കണ്ടുപിടിക്കാൻ വേണം, വേറൊരു സർക്കിളും കൂടെ കണ്ടുപിടിക്കാൻ പറ്റണം. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു ആർ നോട്ട് സ്ക്വയർ സച്ച് ദാറ്റ് എവറി പാത്ത് വിച്ച് ഈസ് ഇൻസൈഡ് ദിസ് സർക്കിൾ ഫോർ സം ടി ഈക്വൽ ടു ടി നോട്ട് അപ്രോച്ചസ് ദ ഒറിജിൻ ആസ് ടി ടെൻസ് ടു ഇൻഫിനിറ്റി. ടിയുടെ വാല്യൂ ഇൻക്രീസ് ചെയ്ത് പോകുന്തോറും എന്താണ്? അത് ഒറിജിനിലേക്ക് അടുക്കുന്നതായിട്ട് വരണം, ഒറിജിനിലേക്ക് വരണം. അങ്ങനെയാണെങ്കിൽ അത് അസിംപ്റ്റോട്ടിക്കലി സ്റ്റേബിൾ എന്ന് പറയും. ഇത് രണ്ടും കണ്ടീഷനും അല്ലെങ്കിൽ ദ ക്രിട്ടിക്കൽ പോയിന്റ് ഈസ് സെറ്റ് ടു ബി അൺസ്റ്റേബിൾ. അപ്പോൾ ഇനി ഇതാണ് അസിംപ്റ്റോട്ടിക്കലി സ്റ്റേബിൾ എന്ന് പറഞ്ഞാൽ ഒരു സർക്കിളിന്റെ ഉള്ളിലുള്ള പെർട്ടിക്കുലർ ടി നോട്ടിന് ശേഷമുള്ള സൊല്യൂഷൻ കർവ്സിന്റെ ഭാഗങ്ങളെല്ലാം എങ്ങോട്ട് ടെൻഡ് ചെയ്യണം? ഒറിജിനിലേക്ക് ടെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് അസിംപ്റ്റോട്ടിക്കലി സ്റ്റേബിൾ എന്ന് പറയും. ഇനി ഈ പറയുന്ന ഓരോ നമ്മൾ നേരത്തെ കണ്ട എക്സാമ്പിളുകളിൽ ഏതൊക്കെയാണ് അസിംപ്റ്റോട്ടിക്കലി സ്റ്റേബിൾ എന്നുള്ളത് നോക്കാം. ഈ കർവ്, ഇത് എങ്ങനെയുള്ള കർവാന്ന് നോക്കാം. ഇത് അസിംപ്റ്റോട്ടിക്കലി സ്റ്റേബിൾ ആണ്. ഈ തന്നിരിക്കുന്ന കർവ് അസിംപ്റ്റോട്ടിക്കലി, ഇത് വേണമെങ്കിൽ നിങ്ങളുടെ ആ ഫിഗറിന്റെ താഴെ എഴുതിക്കണം കേട്ടോ. ഇത് അസിംപ്റ്റോട്ടിക്കലി സ്റ്റേബിൾ ആണ്. കാരണം എന്താണെന്ന് നോക്കി, എല്ലാ ഒറിജിനിലേക്ക് ടെൻഡ് ചെയ്താ വരുന്നത് അല്ലേ. ആസ് ടിയുടെ വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നതോറും ഈ ആരോസ് തന്നെ നോക്കിയാൽ അറിയാം, നേരത്തെ പറഞ്ഞ പോലെ ഒറിജിനിലേക്ക്, അതായത് ഈ ക്രിട്ടിക്കൽ പോയിന്റിലേക്ക് ടെൻഡ് ചെയ്ത് വരുന്ന ആരോസ് ആണ് ഈ വരച്ചിരിക്കുന്നതല്ല. അപ്പൊ ഇത് അസിംപ്റ്റോട്ടിക്കലി സ്റ്റേബിളും ആണ്, പ്ലസ് ഈ കണ്ടീഷനും കൂടെ സാറ്റിസ്ഫൈ ചെയ്യുന്നതുകൊണ്ടാണ് ഇത് അസിംപ്റ്റോട്ടിക്കലി സ്റ്റേബിൾ ആണെന്ന് പറയുന്നത്. കാരണം ടിയുടെ ഇൻക്രീസിങ് ആസ് ടി ടെൻസ് ടു ഇൻഫിനിറ്റി എല്ലാവരും ഒറിജിന്റെ അടുത്തേക്കാണ് വരുന്നത്. ഇനി രണ്ടാമത് വരച്ച ഈ ഫിഗർ, ഇത് എന്താണെന്നുള്ളത്, ഇത് സ്റ്റേബിൾ ആണോ അസിംപ്റ്റോട്ടിക്കലി സ്റ്റേബിൾ ആണോ എന്നുള്ളതൊക്കെ ഇത് സ്റ്റേബിൾ ആണ്. കാരണം സ്റ്റേബിൾ ആണെന്നേ പറയാൻ പറ്റുള്ളൂ. കാരണം ഇത് ഒറിജിന്റെ അടുത്തേക്കല്ല ടെൻഡ് ചെയ്യുന്ന, ഡയറക്ഷൻസ് പോയിന്റ് ചെയ്യുന്നത് ഔട്ട്സൈഡ് ഒറിജിനിൽ നിന്ന് പുറത്തേക്കാണ്. ബട്ട് ഇറ്റ് ഈസ് സ്റ്റേബിൾ എന്ന് പറയാനുള്ള റീസൺ എന്താണ്? ഈ പറഞ്ഞ പോലെ ക്രിട്ടിക്കൽ പോയിന്റ് ചുറ്റും ഏത് റേഡിയസ് ഉള്ള സർക്കിൾ വരച്ചു കഴിഞ്ഞാലും ആ പർട്ടിക്കുലർ, കാരണം ഇത് ടി ടെൻസ് ടു മൈനസ് ഇൻഫിനിറ്റി ആണ്. അപ്പൊ ഇൻക്രീസിങ് ടി വാല്യൂസ്, ടിയുടെ ഒരു പർട്ടിക്കുലർ വാല്യൂവിന് ശേഷം ഏത് വരച്ചു കഴിഞ്ഞാലും അത് ഇതിന്റെ ഉള്ളിൽ തന്നെ പെടുന്ന പോലെയാണ് ഇരിക്കുന്നത്. അത് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ. നിങ്ങൾക്ക് ആ ഫിഗറിന്റെ താഴെയും ഇത് സ്റ്റേബിൾ ആണെന്നുള്ളത് എഴുതി വെക്കാം. ഇനി മൂന്നാമത്തെ ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ ഇത് സ്റ്റേബിൾ ആണോ അസിംപ്റ്റോട്ടിക്കലി സ്റ്റേബിൾ ആണോ? ഇത് രണ്ടും അല്ലാത്ത കണ്ടീഷൻ. കാരണം ഓൾറെഡി ഇതിവിടെ സാഡിൽ പോയിന്റ് ആണ്, അത് ഇത് അൺസ്റ്റേബിൾ എന്നുള്ള പോലെ
കിടക്കുന്ന പൊസിഷനിലുള്ള സാഡിൽ പോയിന്റ് ആണ്. ഇത് രണ്ടും നമുക്ക് പറയാൻ പറ്റില്ല, കാരണം ഇവിടെ നോക്കുമ്പോൾ ഒറിജിനിലേക്ക് വരുന്ന രണ്ടെണ്ണം ഉണ്ട്, അസിംപ്റ്റോട്ടിക്കലി സ്റ്റേബിൾ പോലെ, എന്നാൽ ഇതൊരു ബന്ധവും ഇല്ലാതെ കടന്നു പോകുന്ന കേഴ്സും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്കിത് സ്റ്റേബിൾ ആണെന്നും പറയാൻ പറ്റില്ല, അസിംപ്റ്റോട്ടിക്കലി സ്റ്റേബിൾ ആണെന്നും പറയാൻ പറ്റില്ല. therefore it is unstable. ഇത് അൺസ്റ്റേബിൾ ആണ്. അത് നിങ്ങളുടെ എക്സാമ്പിളിൽ നോട്ട് ചെയ്തോണം കേട്ടോ. ദിസ് ഈസ് അൺസ്റ്റേബിൾ. ഇനി അടുത്തത് നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്, സ്റ്റേബിളും ഇത് അസിംപ്റ്റോട്ടിക്കലി സ്റ്റേബിളുമാണ്. അപ്പോൾ ഇത് സ്റ്റേബിൾ ആണെന്ന് പറയാൻ കാരണം ഓൾറെഡി ഈ സർക്കിൾ, അതായത് ഏത് സർക്കിൾ എടുത്തു കഴിഞ്ഞാലും അതിൻ്റെ ഉള്ളിൽ എനിക്ക് വേറൊരു കുഞ്ഞു സർക്കിൾ കാരണം ഇതെല്ലാം കോൺസെൻട്രിക് സർക്കിൾസ് ആണ് സൊല്യൂഷൻ എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കിടക്കുന്ന പോലെ തന്നെ നമുക്ക് പാത്തുകൾ വരയ്ക്കാൻ പറ്റും. അതുകൊണ്ട് ദിസ് ഈസ് സ്റ്റേബിൾ. ഇനി ഈ സ്പൈറൽസ് എന്തായിരിക്കും? കാരണം ഇത് ഒറിജിനിലേക്ക് വരുന്ന പോലെയാണ് അല്ലേ, കണ്ട ആരോസ് കണ്ടോ, ആസ് t tends to infinity ഒറിജിനിലേക്ക് വരുന്ന പോലെയാണ്. ഹെൻസ് ഇറ്റ് ഈസ് അസിംപ്റ്റോട്ടിക്കലി സ്റ്റേബിൾ. ഇനി ഇതിൽ തന്നെ സ്പൈറൽസിൽ നമ്മൾ ആദ്യത്തെ ഫിഗറിലാണ് ഇത് അസിംപ്റ്റോട്ടിക്കലി സ്റ്റേബിൾ എന്ന് പറയുന്നത്. ഇനി ആ സൊല്യൂഷൻ സെറ്റ് നമ്മൾ വരച്ചിരുന്നില്ലേ, ഒരു a ഗ്രേറ്റർ ദാൻ 0യ്ക്കും a ലെസ് ദാൻ 0യ്ക്കും. അതിൽ ആ a ഗ്രേറ്റർ ദാൻ 0 ആ സ്പൈറൽ, അത് അതിൻ്റെ ഡയറക്ഷൻ നമ്മൾ പുറത്തേക്കാണ് കൊടുത്തിരുന്നത്, ഇങ്ങനെയാണ് കൊടുത്തിരുന്നത്. ഇത് അൺസ്റ്റേബിൾ ആണ് കേട്ടോ, അൺസ്റ്റേബിൾ ആണ്. കാരണം അൺസ്റ്റേബിൾ എന്ന് പറയാനുള്ള റീസൺ, t ഗ്രേറ്റർ ദാൻ 0യ്ക്ക് അത് നമുക്ക് ഇങ്ങനെ ഒരു സർക്കിളിന്റെ ഉള്ളിൽ ഇതിനെ എൻക്ലോസ് ചെയ്ത്, അതായത് ഈ നമ്മൾ ക്രിട്ടിക്കൽ പോയിന്റിന് വിത്ത് റെസ്പെക്ട് ടു ഒരു R എടുത്തു കഴിഞ്ഞാൽ, ക്യാപിറ്റൽ R എടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ ഉള്ളിൽ എനിക്കൊരു സ്മോൾ r റേഡിയസ് ഉള്ള സർക്കിൾ കണ്ടുപിടിക്കാൻ പറ്റില്ല, കാരണം ആ പാത്ത് ഇതിന്റെ ഉള്ളിൽ തന്നെ കിടക്കുന്ന പോലെ, കാരണം ഇതെങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് അങ്ങ് പോവാണ് കേട്ടോ. കാരണം വീണ്ടും വീണ്ടും കറങ്ങി വരുമ്പോൾ ഇത് അതിൽ നിന്ന് ദൂരേക്ക് പോകുന്ന പോലെയാണ്. അതുകൊണ്ട് ദിസ് ഈസ് അൺസ്റ്റേബിൾ. അതേസമയം നമ്മളുടെ നെക്സ്റ്റ് സ്പൈറൽ, അതായത് a ലെസ് ദാൻ 0യ്ക്ക് വരച്ചില്ലേ, a ലെസ് ദാൻ 0യ്ക്ക് വരച്ച ആ സ്പൈറൽ അത് ഉള്ളിലേക്ക് വരുന്നതാണ്. ഇത് അസിംപ്റ്റോട്ടിക്കലി സ്റ്റേബിൾ ആണ്, ഉള്ളിലേക്ക് അടുത്തേക്ക് വരികയാണ്. ഓക്കെ, അപ്പോൾ ആ ടിയുടെ വാല്യൂ ഇൻക്രീസ് ചെയ്യുന്തോറും അത് ഒറിജിനിലേക്ക് അടുത്തടുത്ത് വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ദിസ് ഈസ് അസിംപ്റ്റോട്ടിക്കലി സ്റ്റേബിൾ. അപ്പോൾ അതും നിങ്ങളുടെ ആ ഫിഗറിൽ ഒന്ന് മാർക്ക് ചെയ്തോളൂ കേട്ടോ. ദിസ് ഈസ് അസിംപ്റ്റോട്ടിക്കലി സ്റ്റേബിൾ ആണ്, ഇത് അൺസ്റ്റേബിൾ ആണ്. ഏത് a ഗ്രേറ്റർ ദാൻ 0യ്ക്ക് a ലെസ് ദാൻ 0യ്ക്ക് അസിംപ്റ്റോട്ടിക്കലി സ്റ്റേബിൾ ആണ്. ഇതാണ് എക്സാമ്പിൾ.